നിങ്ങളെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ടിന് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സെൻഡ് ചെയ്ത് കൊടുക്കണ്ടോ. അവർക്ക് പക്ക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഇൻകത്തിൽ നിന്നായാലും അവർ സാലറി നിന്നായാലും അവരിങ്ങനെ ഏതെങ്കിലും ഒരു 10 സ്റ്റോക്ക് അവർ ബക്കറ്റ് ലിസ്റ്റ് മേടിച്ചിട്ട് ആ 10 സ്റ്റോക്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾ ഇപ്പൊ ഇൻഡെക്സ് നോക്കിയാലും നമ്മളെല്ലാ സ്റ്റോക്കിൽ നോക്കിയാലും എല്ലാം ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഓവർ ബോട്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തെങ്ങായിട്ട് കണക്കാക്കാം. നമ്മൾ കറക്റ്റ് ടൈമിൽ തെങ്ങ് കയറിയിട്ടില്ലെങ്കിൽ ആ തെങ്ങ് നമുക്കൊരു ഉപയോഗം ഉണ്ടാവില്ല. നമുക്ക് ആ കൊഴിഞ്ഞു വീഴുന്ന തേങ്ങ മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ കാറ്റൊക്കെ വന്നിട്ട് ആ തെങ്ങ് കെട്ടിമറിഞ്ഞ് വീണാൽ ഉള്ള കാശും കൂടി പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് ഫണ്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തായാലും പ്രോഫിറ്റ് വലിക്കണം. അല്ലെങ്കിൽ നമ്മൾ തെങ്ങ് കയറുന്ന പോലെ 3 മാസം കൂടുമ്പോൾ നമ്മൾ തെങ്ങ് കയറുന്ന പോലെ തന്നെ നമ്മളെ പ്രോഫിറ്റ് നമ്മൾ എടുക്കണം. ആ തേങ്ങ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന അടുത്ത തേങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത ഡിപ്പിൽ നമ്മൾ വാങ്ങാൻ നോക്കാം. അപ്പൊ അതുപോലെ ആയിരിക്കണം ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡ് സെറ്റ്. അല്ലാണ്ട് ഫണ്ട് ഇട്ടതിന് ശേഷം എന്റെ മോളെ കല്യാണത്തിന് ഞാൻ തുറന്നു നോക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെങ്ങ് വല്ല കാറ്റത്തും വീണ പോലെ നമ്മളെ സ്റ്റോക്കും ഇടിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴാണ് അതെങ്കിലും അപ്പൊ തന്നെ നമ്മൾ അതിന് നമ്മളെ പ്രോഫിറ്റ് വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ടിനല്ല ഇൻവെസ്റ്റർ ഫ്രണ്ടിന് നിങ്ങൾ ഈ വീഡിയോസ് അയച്ചു കൊടുക്കണം. ഓക്കെ, ബൈ.